കോഴിക്കോട്ടേക്ക് പോകാം. റിയാസ്, അവിടെ കോഴിക്കോട് സ്ഥിതി എങ്ങനെയാണ് ഇപ്പോൾ? കോടഞ്ചേരിയിലെ ആദിവാസി കോളനിയിലെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് റിയാസ് ഒടുവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്ടെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ 12 മണിക്കൂറിനിടെ കോഴിക്കോട് ജില്ലയിൽ 50-ലേറെ കുടുംബങ്ങളെയാണ് 3 ക്യാമ്പുകളിലേക്കായി മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ 18 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ളതാണ്. കോടഞ്ചേരി പഞ്ചായത്തിലെ വെണ്ടേക്കുംപോയിൽ ആദിവാസി കോളനിയിലെ 18 കുടുംബങ്ങളെയാണ് മാറ്റിപ്പാർപ്പിച്ചത്. അത് പ്രധാനമായും ഈ ഭാഗത്ത് ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വെണ്ടക്കംപോയിൽ ST കോളനിയിലെ തന്നെ മറ്റൊരു 26 കുടുംബങ്ങളെ ഇതേ കുടുംബങ്ങളെ ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിലെ തന്നെ മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായിരുന്നു അവരെ മാറ്റിയത്. അതിനു പുറമെ കോഴിക്കോട് താലൂക്കിൽ പന്നിയങ്കര വില്ലേജിൽ കപ്പക്കൽ ബീച്ചിനടുത്ത് മണ്ണാടത്തും പറമ്പ് പണ്ടാരത്തുളപ്പ് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന കുടുംബത്തിലെ 8 പേരെയും തൊട്ടടുത്തുള്ള കപ്പക്കൽ സ്കൂളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നത്. അങ്ങനെ 50-ലേറെ പേരെ 3 ക്യാമ്പുകളിലായി ഇവിടെ കോഴിക്കോട് മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലയിൽ വിവിധ വില്ലേജുകളിലായി 18 വീടുകളാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം ലഭിക്കുന്നത് പ്രകാരം തകർന്നിരിക്കുന്നത്. പെരുമണ്ണയിലുണ്ട്, ഫറൂഖിലുണ്ട്, നഗരത്തിലുണ്ട്, മാവൂർ എന്നീ വില്ലേജുകളിൽ 2 വീതം, എലത്തൂർ, കുന്ദമംഗലം, കക്കോടി, മാവൂർ, ചെലവൂർ, വേങ്ങേരി, ഒളവണ്ണ, കാക്കൂർ, ചേളന്നൂർ, കരുവന്തുരുത്തി വില്ലേജുകളിൽ ഓരോ വീതവുമാണ് തകർന്നിരിക്കുന്നത്. ഒപ്പം തന്നെ പേരാമ്പ്രയിലെ കായണ്ണ വില്ലേജ് കരികണ്ടൻപാറ ചെമ്പ്ര റോഡിലേക്ക് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് നിന്ന് മണ്ണിടിഞ്ഞ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഉണ്ടായിരുന്നു. വഴയിൽ അമ്മാളുവിന്റെ വീട്ടുമുറ്റത്തെ കിണർ പാലരി വില്ലേജ് സംഭവം താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം. കൂടാതെ നിരവധി വീടുകൾക്ക് ഭാഗികമായി നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഒപ്പം റോഡിൽ വലിയ ഗർത്തങ്ങൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം, കുഴികൾ രൂപപ്പെടുന്ന ഒരു സാഹചര്യം, വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സാഹചര്യമെല്ലാം ഉണ്ട്. കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് കഴിഞ്ഞൊരു അരമണിക്കൂറായി ഒരു നേരിയൊരു ശമനം, അങ്ങനെ തന്നെ പറയാം, നേരിയൊരു ശമനം മാത്രമാണ് ഉള്ളത്. വലിയ മഴക്കാർ ഇപ്പോഴും ഉണ്ട്. എപ്പോഴും പെയ്യാൻ വിതുമ്പി നിൽക്കുന്ന മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പോഴും കോഴിക്കോട് നഗരത്തിലുള്ളത്. അതേസമയം മലയോരത്ത് ഇപ്പോഴും മഴ തോർന്നിട്ടില്ല. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകൾ വെള്ളം കയറുമെന്നൊരു ഭീഷണി നേരിടുന്നുണ്ട്. മലയോര മേഖലയിലാണെങ്കിൽ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നു. ഒപ്പം തന്നെ തീരദേശ പ്രദേശങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. കാരണം കടൽക്ഷോഭം രൂക്ഷമായത് കാരണം തീരത്ത് താമസിക്കുന്ന സംരക്ഷണ ഭിത്തിയിൽ തീരപ്രദേശങ്ങളിലെ ജനങ്ങൾ പലപ്പോഴും അന്തിയുറങ്ങാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് അവരുടെ കാര്യങ്ങൾ നീങ്ങി എന്നുള്ളതാണ്. ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള നടപടികൾ അധികൃതർ ആലോചിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒരു നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഏറ്റവും ആശാസ്യമായ ഒരു കാര്യമായി നമുക്ക് പറയാൻ സാധിക്കുന്നത് അധികൃതർ ഒരു കൃത്യമായി ഇടപെടുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്, ആശാസ്യമായ കാര്യമാണ് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ കോഴിക്കോട് ജില്ലയിലെ അധികൃതർ കൃത്യമായി ഇടപെടുന്നുണ്ട്. കളക്ടർ A. ഗീതയുടെ നേതൃത്വത്തിൽ കൃത്യമായി എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്നു. കളക്ടറേറ്റിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 4 താലൂക്കുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട്. അതിന് പുറമെ ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏത് സമയത്തും സഹായം തേടി പൊതുജനങ്ങൾക്ക് വിളിക്കാവുന്ന രീതിയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ അതാത് പ്രദേശങ്ങളിൽ ഉള്ള രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് സ്ഥിതിവിവര കണക്കുകൾ റവന്യൂ വകുപ്പ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രയാണ് ആകെ നാശനഷ്ടം എന്നുള്ളത് സംബന്ധിച്ച് ഔദ്യോഗികമായ കണക്ക് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ കൂടിയും അത്തരത്തിലുള്ള കണക്കുകളെല്ലാം അവർ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇന്നോ നാളെയൊക്കെ അത്തരത്തിലുള്ള കണക്കുകൾ അവർ പുറത്തുവിടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ മലയോര മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിനാശത്തിനും ഈ ശക്തമായ മഴ കാരണമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ.